17-ാം വയസ്സിൽ പെലെ വേൾഡ് കപ്പ് ഉയർത്തി. 25-ാം വയസ്സിൽ മറ്റൊരു ഇതിഹാസം റൊണാൾഡോ നസാരിയോ. അതിനു മുമ്പ് 28-ല് റൊമാരിയോയും ആ നേട്ടം കൈവരിച്ചു. പക്ഷേ അത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ബ്രസീലിന്റെ ഒരു രാജകുമാരനുണ്ട്. കിരീടമില്ലാത്ത ബ്രസീലിന്റെ രാജകുമാരൻ നെയ്മർ ജൂനിയർ. 2014-ലാണ് നെയ്മർ ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ ബൂട്ടണിയുന്നത്. 22 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ബ്രസീലിന്റെ സാമ്പാ ശൈലി ആയത്തിൽ തന്റെ കളിയിൽ പ്രകടിപ്പിച്ച ഒരു താരമായിരുന്നു നെയ്മർ ജൂനിയർ. വേൾഡ് കപ്പ് അരങ്ങേറ്റ മത്സരം നടക്കുന്നത് ക്രൊയേഷ്യക്കെതിരെ. അന്നൊരു പക്ഷേ സമ്മർദ്ദങ്ങളല്ലായിരുന്നു ഈ കൗമാരക്കാരനെ നയിച്ചത്. മറിച്ച് ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകൾ. 2 ഗോളുകളാണ് ആ മത്സരത്തിൽ ഈ താരം നേടിയത്. അന്ന് നെയ്മർ തീർച്ചയായിട്ടും നടത്തിയത് ഒരു പ്രഖ്യാപനം തന്നെയാണ്. ബ്രസീലിന് വേണ്ടി ഞാൻ തയ്യാറാണെന്ന ആ പ്രഖ്യാപനം. പിന്നീട് മെക്സിക്കോവുമായിട്ടുള്ള മത്സരത്തിന് ശേഷം കാമറൂണിനെതിരെ ആ ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം. വീണ്ടും എണ്ണം പറഞ്ഞ 2 ഗോളുകൾ ആദ്യ പകുതിയിൽ തന്നെ ഈ താരത്തിന്റെ ബൂട്ടുകളിൽ നിന്ന് വന്നു. ആ നിമിഷത്തിൽ ലോകം ചോദിച്ചു, ഇതാണോ ബ്രസീലിന്റെ അടുത്ത രാജാവെന്ന്. ഗ്രൂപ്പ് എയിലെ ടേബിൾ ടോപ്പേഴ്സായി കാമറൂണിനെയും മെക്സിക്കോയും ക്രൊയേഷ്യയും പിന്നിലാക്കി ബ്രസീൽ റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നു. ഇനി മത്സരം ചിലക്കെതിരെ. സമനിലയിൽ അവസാനിച്ച മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോയി. പക്ഷെ വിജയത്തിലെത്തിച്ച് ബ്രസീൽ ഫാൻസിന്റെ എല്ലാ ശ്വാസം ഒരു നിമിഷത്തേക്ക് നിന്ന് പോയ ആ പെനാൽറ്റി 120 മിനിറ്റ് ആയിട്ടും ഒരു വിരാമം കണ്ടെത്താനാവാത്തത് കൊണ്ട് ബ്രസീലിനെ രക്ഷിക്കാം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അവസാനത്തെ പെനാൽറ്റി നെയ്മർ ജൂനിയർ പോസ്റ്റിലേക്ക് തുളച്ചു കയറ്റി. അങ്ങനെ ഇനി കടക്കാനുള്ളത് ക്വാർട്ടർ ഫൈനൽസ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യം കൊളംബിയക്കെതിരെ. നെയ്മർ എന്ന കളിക്കാരനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയർന്ന നിമിഷമായിരുന്നു 2014 വേൾഡ് കപ്പ്. പക്ഷെ ആ കളിയിൽ സംഭവിച്ചത് ഒരു രാജ്യത്തിന്റെ തന്നെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിലച്ചുപോയ ആ ഒരു നിമിഷം. മത്സരത്തിലെ 7-ാം മിനിറ്റിൽ തന്നെ തന്റെ കോർണർ കിക്ക് വഴി തിയാഗോ സിൽവയെ കണ്ടെത്തി അവിടെ നെയ്മർ അസിസ്റ്റ് നൽകിയിരുന്നു. പക്ഷെ പിന്നീട് സംഭവിച്ചത് ഫുട്ബോൾ ആരാധകരെ നടുക്കിയ സംഭവം. ബ്രസീൽ ആരാധകരൊക്കെ മറക്കാത്ത ഒരു പേരുണ്ട്. ലോകകപ്പിലെ അവരുടെ വില്ലനായ ആ പേര് ഹുവാൻ കാമിലോ സുനിക എന്ന കൊളംബിയൻ താരം. പിന്നീട് ആ മാച്ചിൽ നെയ്മറിന് ഒരു റെക്ലെസ് ഫൗൾ ചെയ്യുന്നു. ഒരു പക്ഷേ ഇഞ്ചുറി പറ്റിയത് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ കരിയർ തന്നെ ഇല്ലാതാവുന്ന തരത്തിലുള്ള ഇഞ്ചുറി. വേദനയോടെ നിൽക്കാൻ പറ്റാതെ ആർത്ത് കരയുന്ന നെയ്മറിന്റെ മുഖം മനസ്സിൽ നിന്നുമായില്ല. അതായിരുന്നു ആ വേൾഡ് കപ്പിൽ നെയ്മറിന്റെ അവസാനത്തെ മത്സരം. പിന്നീട് ബ്രസീൽ പോകുന്നത് സെമി ഫൈനൽസിലേക്ക്. ഇപ്പോഴും ബ്രസീൽ ഫാൻസിനെ എല്ലാവരും ഒരുപോലെ കളിയാക്കുന്ന എസ്റ്റാഡിയോ മിനാരോയിൽ വെച്ച് നടന്ന ആ മത്സരം 7-1 എന്ന സ്കോർ ലൈനിൽ ജർമ്മനിക്കെതിരെ വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങുന്നു ബ്രസീൽ. പക്ഷെ അപ്പോഴും ബ്രസീൽ ആരാധകർ ഉറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവരുടെ രാജകുമാരൻ ആ മാച്ചിൽ കളിച്ചില്ല എന്ന്. ഓൾറെഡി തിയാഗോ സിൽവയ്ക്ക് സസ്പെൻഷൻ കിട്ടി ജർമ്മനിക്കെതിരെ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. പിന്നെ അവിടെ കോച്ച് സ്കൊലാരിക്ക് മറ്റു മാച്ചുകളിൽ ഒരിക്കൽ ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്മറിനെ കേന്ദ്രീകരിച്ചായിരുന്നു മുന്നേറ്റ നിര. പക്ഷെ ആ മത്സരത്തിലും സ്കൊലാരിക്ക് തന്റെ മിഡ്ഫീൽഡ് സോണിലും ടാക്ടിക്സിലും നെയ്മറിന്റെ അഭാവത്തിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അങ്ങനെ ശക്തരായ ജർമ്മനിക്കെതിരെ പിടിച്ചു നിൽക്കാൻ ബ്രസീലിനായില്ല. പിന്നീട് 2018 വേൾഡ് കപ്പ്. ലക്ഷ്യം ഇത് മാത്രം, 2014 നിലച്ചു പോയ സ്വപ്നത്തിന്റെ പ്രതികാരം വീട്ടണം. പക്ഷെ അപ്പോഴും വില്ലനായി നെയ്മറിന്റെ കൂടെ പരിക്കുണ്ടായിരുന്നു. PSG കളിക്കുമ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ഇഞ്ചുറി സംഭവിച്ചു. ആ വേൾഡ് കപ്പിൽ ഒരുപാട് ട്രോളുകൾ പരിക്ക് മൂലം നെയ്മർ നേരിടേണ്ടി വന്നു. ട്രോളിലില്ലായിരുന്നു ആ ടൈമിൽ നമ്മൾ തന്നെ പലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ കളിക്കുന്ന ടൈമിൽ കളിക്കാരൻ വീഴുകയാണെങ്കിൽ നീ നെയ്മർ ആവാൻ നോക്കില്ലേ എന്ന്. ആദ്യ മത്സരം സ്വിറ്റ്സർലാൻഡിനെതിരെ സമനിലയിൽ കലാക്ഷിക്കുന്നു. പക്ഷേ പിന്നീട് കോസ്റ്റാരിക്കക്കെതിരെ കളിക്കുന്നു. 97-ാം മിനിറ്റിൽ ഗോൾ അടിച്ച് 2-0 എന്ന സ്കോർ നിലയിൽ ബ്രസീലിനെ വിജയിപ്പിക്കുന്നു. അതിനുശേഷം ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം സെർബിയക്കെതിരെ. 2014 കൊളംബിയക്കെതിരെ കൊടുത്ത പോലെ ഒരു അസിസ്റ്റ് വീണ്ടും ഒരു കോർണർ കിക്കിൽ നിന്ന് തിയാഗോ സിൽവയ്ക്ക് നൽകി. ഗ്രൂപ്പ് ബി ടേബിൾ ടോപ്പേഴ്സായി അടുത്ത ഘട്ടം റൗണ്ട് ഓഫ് 16. 2014 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം നടന്നപ്പോൾ മെക്സിക്കോക്കെതിരെ സമനിലയിലാണ് മത്സരം കലാക്ഷിച്ചത്. പക്ഷേ നോക്കൌട്ട് മത്സരത്തിൽ ബ്രസീലിന്റെ ലീഡ് മെക്സിക്കോക്കെതിരെ നെയ്മർ 51-ാം മിനിറ്റിൽ ഉയർത്തി. അടുത്ത പരീക്ഷണം ക്വാർട്ടർ ഫൈനൽസ്. സ്വപ്നത്തിലേക്ക് എത്താൻ അധിക ദൂരമില്ല. പക്ഷെ അന്ന് പോകെ ആളുകളുടെ ഫേവറേറ്റ്സ് ആയി വന്നൊരു ടീം ഉണ്ടായിരുന്നു, ഫിഫ നമ്പർ 1 ബെൽജിയം നാഷണൽ ടീം. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ബെൽജിയത്തിന്റെ ആഹ്ലാദത്തെക്കാളും ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക നെയ്മറിന്റെ നിസ്സഹായമായ ആ നിൽപ്പാവും. അങ്ങനെ ആ വേൾഡ് കപ്പിനോടും വിട. 2022 വേൾഡ് കപ്പിന്റെ ആവേശങ്ങൾ ഖത്തറിൽ ഒരുങ്ങുമ്പോൾ ഇതിലേറെ പ്രതീക്ഷയോടെയാണ് അന്ന് ബ്രസീൽ വരുന്നത്. അവരുടെ രാജാവിന് ഒരു കിരീടം എന്ന സ്വപ്നം ഈ വേൾഡ് കപ്പിൽ നടന്നേക്കാം എന്നുള്ള പ്രതീക്ഷകൾ അവരുടെ മനസ്സിൽ കടന്നുപോയിട്ടുണ്ട്. കാരണം റിച്ചാൾസിനെ പോലെ, വിനീഷ്യസ് ജൂനിയറിനെ പോലെ, കസമേരയെ പോലെ, റോഡ്രിഗോയെ പോലെ മിന്നും പ്രകടനം നടത്തിയ ഒരുപാട് സ്റ്റാർ സ്റ്റഡഡ് പ്ലേയേഴ്സ് നെയ്മറിന് താങ്ങായുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പരിക്ക് തന്നെയാണ് ഈ താരത്തിനെ വിടാതെ വേട്ടയാടിയത്. സെർബിയക്കെതിരെ ആദ്യ മത്സരത്തിനിടയിൽ പരിക്ക് നെയ്മറിനെ വീണ്ടും വേട്ടയാടി. വീണ്ടും ഒരു റൈറ്റ് ആംഗിൾ ഇഞ്ചറി. ക്രൊയേഷ്യക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽസ് പോരാട്ടത്തിൽ നെയ്മർ പ്രവേശിക്കുന്നു. ഒരു ഗോൾ പോലും എക്സ്ട്രാ ടൈം വരെ ബ്രസീലിന് കണ്ടെത്താനാവുന്നില്ല. പക്ഷെ 105-ാം മിനിറ്റിൽ
പരിക്കിൽ നിന്ന് തിരിച്ചു വന്ന നെയ്മർ തന്റെ കരിയറിൽ തന്നെ മികച്ച ഇന്റർനാഷണൽ ഗോൾ നേടുന്നു. ആ ഗോളിന് ശേഷം നെയ്മർ ഒപ്പത്തിനൊപ്പം എത്തിയത് സാക്ഷാൽ പെലെയുടെ റെക്കോർഡിന്റെ കൂടെ 77 ഗോൾ എന്ന ആ റെക്കോർഡ്. പക്ഷെ അവസാന നിമിഷം ക്രൊയേഷ്യ ഗോൾ അടിച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യം കടന്നു. ബ്രസീലിന്റെ വേൾഡ് കപ്പ് എന്ന സ്വപ്നം അവിടെയും പൂർത്തിയാവാതെ പോയി. ആ നിമിഷം ആരുടെ കണ്ണുകളിൽ നിന്നും പോവില്ല. കണ്ടുനിന്ന ക്രൊയേഷ്യൻ പ്ലെയർ ഇവാൻ പെരിസിച്ചിന്റെ മകൻ പോലും ഓടിപ്പോയി കരച്ചിൽ നിർത്താനാവാത്ത നെയ്മറിനെ ആശ്വസിപ്പിച്ച് ആ രംഗം ഒരു ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ നിന്നും മായ്ന്നു പോവില്ല. തീർച്ചയായിട്ടും ഈ 2026 വേൾഡ് കപ്പായിരിക്കും നെയ്മറിന്റെ അവസാന വേൾഡ് കപ്പ്. ഫസ്റ്റ് കോളിൽ ആളുടെ പേര് വിളിച്ചില്ല. പക്ഷെ പിന്നീട് അവസാന 26 അംഗ സംഘ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ കാർലോ ആൻസലോട്ടിയുടെ ലിസ്റ്റിൽ നെയ്മറിന്റെ പേരുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാന്റോസിന് വേണ്ടിയുള്ള ഒരു മത്സരത്തിനിടയിൽ പരിക്ക് സംഭവിച്ചതിന്റെ സ്ട്രെയിനിലാണ് നിലവിൽ നെയ്മർ നിൽക്കുന്നത്. മൊറോക്കോക്കെതിരെയുള്ള ഓപ്പണിംഗ് മാച്ചിൽ ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. ഇനിയുള്ള മാച്ചുകളിൽ നെയ്മറിനെ ഒരു സൂപ്പർ സബ്ബായിട്ടായിരിക്കും കാർലോ ആൻസലോട്ടി പരിഗണിക്കുന്നത്. ലൈനപ്പിലോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷനായി നെയ്മർ വരുമ്പോൾ ആൻസലോട്ടിക്ക് അവിടെ ആവശ്യം പഴയ ആ നെയ്മറെ ആവില്ല. 34 വയസ്സാണ്. അതുപോലെ കളിക്കാനുള്ള സ്പീഡി ആയിട്ടുള്ള റഫീനയുണ്ട്, വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. ബട്ട് ആൻസലോട്ടി നെയ്മറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുക നെയ്മർ 4-5 ഡിഫൻഡേഴ്സിനെ വെട്ടിച്ചു പോകുന്നതൊന്നും അല്ല. കളിയെ ഒന്ന് സ്ലോ ആക്കി 4-5 പ്ലേയേഴ്സിനെ മറികടന്ന് പോവാൻ ശേഷിയുള്ള പ്ലേയേഴ്സിനെ കണ്ടെത്തി അവരിലേക്ക് ഒരു ഫൈനൽ പാസ് കൊടുക്കുന്നതായിരിക്കും. പ്രോപ്പർലി ഒരു ക്രിയേറ്റർ റോൾ. ഇപ്പോഴും നെയ്മർ ഒരു പ്രഷർ മാഗ്നറ്റ് തന്നെയാണ്. ആൾ അവിടെ ഉണ്ടെങ്കിൽ ഡിഫൻസ് റിയാക്ട് ചെയ്തേക്കാം. ആ സ്പേസ് അവിടെ കൃത്യമായി ഉപയോഗിക്കാൻ ബ്രസീലിന്റെ സ്പീഡി ആയിട്ടുള്ള റഫീനയും വിനീഷ്യസ് ജൂനിയറേയും പോലത്തെ വിങ്ങേഴ്സ് ബ്രസീലിന് കരുത്തായിട്ടുണ്ട്. ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ് നെയ്മർ ജൂനിയർ. സാക്ഷാൽ പെലെയുടെയും റൊണാൾഡോയുടെയും റൊമാരോയുടെയും എല്ലാം അപ്പുറം 79 ഗോളുകളാണ് ബ്രസീലിന് വേണ്ടി നേടിയത്. അപ്പോഴും നിർഭാഗ്യം ഇതാണ്, ബ്രസീലിന്റെ കൂടെ ഒരു കിരീട നേട്ടം പോലും ഈ താരത്തിനുണ്ടായില്ല. എന്തിന് ബ്രസീലിന്റെ കൂടെ വേൾഡ് കപ്പിൽ ഒരു സെമി ഫൈനൽസ് പോലും കാണാൻ നെയ്മറിന് സാധിച്ചില്ല? ചോദ്യം ഇപ്പോൾ നെയ്മർ ആണോ ബ്രസീലിന്റെ നിലവിലെ മികച്ച താരം എന്നുള്ളതല്ല. പക്ഷെ ലോകകപ്പുമായുള്ള തൻ്റെ കഥയ്ക്ക് ഒരു അർഹമായ അവസാനം ഫുട്ബോൾ നെയ്മറിന് നൽകുമോ എന്നാണ്. കിരീടമില്ലാത്ത രാജാവ് കിരീടമുള്ള രാജാവായി മാറുമോ എന്ന്.